നീറുമോ? കണ്ണിനകത്ത് കുറേ മുളക് പൊടി കലക്കി ഒഴിക്കുന്ന ഫീലാണ്. കണ്ണ് തുറക്കത്തില്ലേ? ഇതൊക്കെ കണ്ണി തെക്കുന്ന സാധനം തന്നെയാണേ. അയ്യോ. ഹായ്, കുറേ നാളായില്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, ലോങ് വീഡിയോ ചെയ്തിട്ട്. ഡെയിലി വീഡിയോ ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ നടക്കത്തില്ല. സമയം സാഹചര്യവും ഒന്നും നിൽക്കുന്നില്ല. ഇപ്പം നമ്മളൊരു വീഡിയോ ഇടാം. വീഡിയോ അല്ലേ ഇത്. എനിക്ക് കമൻറ്റുകൾ അങ്ങനെയൊന്നും വരില്ല. നിങ്ങൾ കമൻറ്റ് ഇടൂ. നിങ്ങൾക്ക് എന്താ കുഴപ്പം? കമൻറ്റ് ഇട്ടാൽ ലൈക്കോ അടിക്കുന്നില്ല. കമൻറ്റെങ്കിലും ഇട്ടൂടെ? നമുക്കൊന്ന് പുതിയ പുതിയ കണ്ടൻറ്റുകൾ നമുക്ക് നോക്കാമല്ലോ. ഇപ്പോൾ അതല്ല, കുറേ നാൾ മുമ്പ്, ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് ഇട്ട ഏതോ ഒരു വീഡിയോയിൽ ഒരു കൊച്ചു കമൻറ്റ് ഇട്ടിരിക്കുന്നു, ഇളനീർ കുഴമ്പ് കണ്ണിൽ തേക്കുമെന്ന് വെച്ചിട്ട്. സംഭവം ശരിക്കും എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ മഴയത്തൊക്കെ പായൽ കണക്കൊക്കെ വരുന്ന സ്ഥലത്ത് ചെറിയൊരു കമ്പ് കണക്ക് വന്നിട്ട് അതിൻ്റെ തുമ്പത്തൊരു വെള്ളത്തുള്ളി ഇരിക്കില്ലേ, അതായിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചത്. ഞാൻ ചോദിച്ചാൽ അതെന്തുവാന്ന് ചോദിച്ചാൽ കുട്ടീൻ്റെ അടുത്ത്. അപ്പോൾ അത് പറഞ്ഞത് എന്തുവാ, മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും, ഒരു സൈസ് കണ്ണിൽ തേക്കുന്ന ഒരു സാധനമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സംഭവം ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ സാധനം കണ്ണിൽ നല്ല കൂളിംഗ് എഫക്റ്റ് വരുന്ന ഒരു സാധനമാണെന്നാണ് പറഞ്ഞത്. കണ്ണിൽ തേക്കുന്നതെന്നാണ് പറഞ്ഞത്, എഴുതുന്നത്. അങ്ങനെ ഞാൻ എന്നും ആലോചിക്കും, ക്ലാസ്സിന് പോകുമ്പോൾ ആകണമെന്ന് വിചാരിക്കും, പക്ഷേ നടന്നിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. ചിലപ്പം ബസ് പോകും, അങ്ങനെ ഓടി കയറുമ്പോഴത്തേക്ക് സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഞാൻ ഇന്നലെ സംഭവം വാങ്ങിച്ചു. ഇതാണ് സംഭവം. ഇതാണ് ഇളനീർ കുഴമ്പ്. ഇത് എനിക്ക് പേടിയാവുന്നു, ഭയങ്കര നീറ്റിലാണെന്നാണ് വീഡിയോസിലൊക്കെ കണ്ടത്. ചലഞ്ചല്ലേ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ ബോട്ടിൽ. ഇതാണ് കുഞ്ഞു ബോട്ടിൽ. ഇത് എത്രയാ? ഇത് 25 രൂപയും കൊണ്ടേ ഉള്ളൂ. ഒരു ആയുർവേദത്തിൻ്റെയൊക്കെ കൊട്ടൻ ചുക്കാതി അല്ലല്ല, ഒരു തൈലത്തിൻ്റെയൊക്കെ മണമാണ് വരുന്നത്. നമുക്കിതൊന്ന് തേച്ച് നോക്കാം. നിങ്ങൾക്ക് ഇതെനിക്ക് വല്ല ചലഞ്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടൂ. കമൻറ്റ് ഇടുമ്പോൾ നമുക്കത് ചെയ്യാം. അതിനെ കുറച്ച് കണ്ണാടിയൊക്കെ എടുത്തിട്ട് വന്നു, കാരണം എനിക്ക് കാണണമല്ലോ. നീറുമോ? ഓ, എനിക്ക് പേടിയാവുന്നു. കുളിച്ച് സുന്ദരിയൊക്കെ ആയിട്ട് വന്നിരിക്കുക. ഊട്ടയിടണം. ഈ സാധനം എന്താ എൻ്റെ ഉടുപ്പിൽ ഇവിടെ മൊത്തവും വീണു. അങ്ങനെ ഇവിടെ എല്ലാം ഞാൻ വൃത്തിയാക്കി. ശരിക്കും ഊട്ട ഇല്ലെന്ന് എനിക്കറിയാം. കുത്തണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇനി വരുന്നതെന്നറിയാമെന്ന് നോക്കിയത്. ഫ്ലാഷ് ബാക്ക്. ഊട്ടയിടണം, പമ്പ് കുടി. പക്ഷെ നാറ്റം, ഓ വൃത്തിയായിട്ട നാറ്റമല്ല, ഒക്കൊന്നുമില്ല. പുളിയുണ്ടല്ലോ, കുടംപുളി, അതിൻ്റെയൊക്കെ നാറ്റം. കുടംപുളി വെച്ചല്ലേ ഉണ്ടാക്കുന്നതാണോ? ഒഴിച്ചു നോക്കാം. ഞാൻ ഈ വോയിസ് കൊടുക്കാൻ കാരണം വീഡിയോയിലെ വോയിസിനകത്ത് നല്ല പുറത്തുനിന്നുള്ള നല്ല സൗണ്ടുകൾ, ഇടയ്ക്ക് ആട് കരയുന്നത്, എൻ്റെ മോൻ്റെ സൗണ്ടുകൾ, അങ്ങനെ കുറേ സൗണ്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വോയിസ് കൊടുത്തത്. ഈ ഇളനീർ ചൂർണം എന്ന് പറയുന്ന സാധനത്തിൽ നല്ല നീറ്റലാണ്, കണ്ണിന് കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അത് ശേഷം അതുകൊണ്ട് ഡിസ്ക്ലൈമറായിട്ട് പറയുകയാണ്, കുട്ടികൾ അങ്ങനെ ആരും യൂസ് ചെയ്യേണ്ട. ഈ കണ്ണിന് നീറ്റലൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. അത് നല്ല നല്ല നീറ്റലുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു കൂളിംഗ് എഫക്റ്റും കിട്ടും. ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ ചിക്കൻ കറി വെച്ചപ്പം അത് കടുക് വറുത്ത സമയത്ത് ഞാൻ കുക്കറിനകത്താണ് വെച്ചത്. അപ്പോൾ തിരിച്ച് ഒഴിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു
ഇത് തുള്ളി കണ്ണിൽ വന്ന് വീണ്. കറക്റ്റ് ആ നീറ്റലാണ് എനിക്കിപ്പോൾ സംഭവിച്ചത്. കുറേ മുളക് പൊടിൻ്റെയും എരിൻ്റെ നീറ്റലുണ്ടല്ലോ, അതാണ് സംഭവിച്ചത് എനിക്കിവിടെ. നല്ല നീറ്റലാണ്. ഇതൊക്കെ കണ്ണിൽ തേക്കുന്ന സാധനം തന്നെയാണ്. ഭയങ്കര നീറ്റല്. ഈ കണ്ണിനും കൂടി തേക്കാം. ഇത് സങ്കടം വരണ്ട. സഹിക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് നല്ല തണുപ്പ് വരുമെന്നാണ് കണ്ട വീഡിയോസിനകത്തെല്ലാം പറഞ്ഞത്. ആദ്യത്തെ കണ്ണിൽ തേച്ചത് പോരാഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ കണ്ണിലും കൂടി തേക്കുകയാണ്. പക്ഷെ ആദ്യത്തെ കണ്ണിൽ ഒഴിച്ചതാണ് കൂടിപ്പോയത്. രണ്ടാമത്തെ കണ്ണിൽ നൈസ് നമ്മൾ കൺമഷി എഴുതുന്ന പോലെ എഴുതാവോ ശരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. കണ്ണ് തുറക്കത്തില്ല പിള്ളേരെ, കണ്ണ് തുറക്കത്തില്ലേ. ഇത്തിരി നേരം സഹിച്ചാൽ കൊള്ളാം. കുറേ മുളക് പൊടി കലക്കി ഒഴിക്കുന്ന ഫീലാണ്. പക്ഷേ ഈ കണ്ണിൽ കൂടിപ്പോയി ഞാൻ ഒഴിച്ചത്. നല്ല കൂടിപ്പോയി ഈ കണ്ണിൽ ഒഴിച്ചത്. ഈ കണ്ണിൽ ചെറുതായിട്ട് ഇറ്റിച്ചതേ ഉള്ളൂ. നല്ല കൂളിംഗ് ഉണ്ട് ഇപ്പം. പക്ഷേ ഇതിൽ ഫസ്റ്റ് നല്ല നീറ്റലുണ്ട്. ഒരു പൊടി കിടക്കുന്ന ഫീലാണ് എപ്പോഴും. നല്ല നീറ്റലുണ്ട്, സഹിക്കുന്നില്ല. അയ്യോ നല്ല നീറ്റലുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി അടുത്ത വല്ല ചലഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യുക. എല്ലാം സംഭവിക്കുന്ന കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.